ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്റർ സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പേജ് 71-ലെ ക്വസ്റ്റ്യൻ 3. അതിനുശേഷം നമ്മൾ അതുപോലത്തെ 2 ചോദ്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോ നോക്കാം. ചോദ്യം ഇതാണ്: 9ന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സംഖ്യയുടെ ഗുണിതമായിരിക്കുമല്ലോ, അതുകൊണ്ട് പൊതുവ്യത്യാസം 9 ആയിരിക്കും. ഇനി നമുക്ക് ഒന്നാം പദവും അതേപോലെ തന്നെ അവസാന പദവും കണ്ടുപിടിക്കുക. അതുപയോഗിച്ച് നമുക്ക് തുക കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100 ആണല്ലോ. ആ 100നെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അപ്പോൾ 100നോട് കൂടി 8 കൂട്ടിയാൽ നമുക്ക് ശിഷ്ടം 0 ഉള്ള ഒരു 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 കിട്ടുന്ന ഒരു സംഖ്യ കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100 ആണ്. എന്നാൽ 9ന്റെ ഗുണിതമായ ആദ്യ മൂന്നക്ക സംഖ്യ 108 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാം പദം നമ്മൾ 108 ആയിട്ട് എടുക്കുക. ഇനി ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 999 ആണ്. ഇതിനെ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? ശിഷ്ടം 0 കിട്ടുമല്ലോ. അതായത് 999 9ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ശ്രേണിയിലെ അവസാന പദം 999 ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെ അല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അടുത്ത ഉദാഹരണം ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനാൽ സമാന്തര ശ്രേണി 108, പിന്നെ അതിനോട് 9 കൂട്ടിയാൽ 117, പിന്നെ 126, അങ്ങനെ അവസാന പദം 999. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രേണി, സമാന്തര ശ്രേണി. ഇനി നമുക്ക് ആദ്യ പദം 108 ആണെന്നറിയാം, x1. ഇനി അവസാന പദം xn 999 എന്ന് എഴുതാം. ഇനി നമുക്ക് തുക കാണാനുള്ള സമവാക്യം എന്താണ്? n/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് അവസാന പദം. അപ്പൊ ഇവിടെ നമുക്ക് n പദങ്ങളുടെ എണ്ണം അറിയില്ല. അത് കാണാനുള്ള സമവാക്യം ഓർമ്മയില്ലേ? എന്താണത്? n സമം അവസാന പദം മൈനസ് ഒന്നാം പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം വേണം. പൊതുവ്യത്യാസം എത്രയാണ്? 9ന്റെ ഗുണിതങ്ങളുടെ ശ്രേണിയാണിത്. അതുകൊണ്ട് പൊതുവ്യത്യാസം 9 ആയിരിക്കും. ഇനി നമുക്ക് പദങ്ങളുടെ എണ്ണം n കണ്ടുപിടിക്കാം. 999 മൈനസ് 108 ബൈ 9 പ്ലസ് 1. ഇത് കുറയ്ക്കുന്ന സമയത്ത് എത്ര കിട്ടും? 891 ബൈ 9 പ്ലസ് 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 99 പ്ലസ് 1, അതായത് 100 എന്ന് കിട്ടും. അപ്പോൾ പദങ്ങളുടെ എണ്ണം 100 കിട്ടി. അപ്പോൾ ഈ തുക സുഖമായി കണ്ടുപിടിക്കാമല്ലോ. തുക 100/2 ഇൻറ്റു 108 പ്ലസ് 999. അപ്പോൾ നമുക്ക് 1000 1107. ഇത് 50 മാറി. 50 ഇൻറ്റു 1107. അപ്പോൾ നമുക്ക് 55,350 എന്ന് കിട്ടും. 0 7 5 35, പിന്നെ 5 5 55,350 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 2 അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ 3ന്റെ ഗുണിതങ്ങളായ എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണ്?
10ആണല്ലോ. 10നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം 1 കിട്ടുന്നത്. അത് ശിഷ്ടം 0 ആവണമെങ്കിൽ 2 കൂട്ടണം. അതായത് 102 ആയിരിക്കും, 12 ആയിരിക്കും നമ്മുടെ 3ന്റെ ഗുണിതമായ ആദ്യ രണ്ടക്ക സംഖ്യ. ഓക്കെ. ഇനി ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? 99 ആണ്. 99നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആണ്. അതുകൊണ്ട് 99 ആയിരിക്കും നമ്മുടെ അവസാന പദം. അപ്പോൾ നമ്മുടെ സമാന്തര ശ്രേണി ആദ്യ പദം 12, ഇനി 3 കൂട്ടിയാൽ 15, 3 കൂട്ടിയാൽ 18, അങ്ങനെ അവസാന പദം 99. അപ്പോൾ ഇതിൽ നിന്നും ഒന്നാം പദം x1 12 എന്ന് എഴുതി, അവസാന പദം xn 99 എന്ന് എഴുതി. ഇനി നമുക്ക് തുക, 3ന്റെ ഗുണിതങ്ങളായ എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും തുക Sn സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കാണാനുള്ള സമവാക്യം പദങ്ങളുടെ എണ്ണം n സമം xn മൈനസ് x1/d പ്ലസ് 1. ഇവിടെ d 3ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് പൊതുവ്യത്യാസം 3 ആയിരിക്കും. അപ്പൊ നമുക്ക് 99 മൈനസ് 12/3 പ്ലസ് 1 എന്ന് എഴുതാം. അതായത് 87/3 പ്ലസ് 1. അപ്പോൾ 29 പ്ലസ് 1 30 എന്ന് കിട്ടും. അപ്പോൾ തുക എന്തായിരിക്കും? 30/2 ഇൻറ്റു 12 പ്ലസ് 99, അതായത് 15 ഇൻറ്റു 111. അപ്പൊ എത്ര കിട്ടും? 1665. 15 1 15 15 1 16, 1665. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ, അപ്പോൾ അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയാണോ ശിഷ്ടം വരുന്നത് അത് 0 ആണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 0 ആവണമെങ്കിൽ 3ന്റെ ഗുണിതമാവാൻ എത്ര കൂട്ടണം നോക്കുക. അതായത് 3-ലെത്തിക്കണം. ഇപ്പൊ ശിഷ്ടം 1 ആണെങ്കിൽ 2 കൂട്ടുക, 2 ആണെങ്കിൽ 1 കൂട്ടുക, 0 ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. 3. ഓക്കെ. പിന്നെ നമ്മൾ അവസാന പദം കാണാൻ വേണ്ടി ഇവിടെ അവസാന പദം ഏതാണ്? അവസാന പദം കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ രണ്ടക്ക സംഖ്യ 99, അത് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോ ഉദാഹരണത്തിന് ശിഷ്ടം നമുക്ക് കിട്ടുന്നത് 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ 1 99 നിന്നും കുറയ്ക്കണം. അതിനുള്ള ഒരു ഉദാഹരണം നമുക്ക് അടുത്ത ഉദാഹരണത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കത് നോക്കാം. 11ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 100 ആണ്. 100നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 100നെ 11 കൊണ്ട് ഹരിച്ചാൽ 11 ഇൻറ്റു 9 99, ശിഷ്ടം 1 വരും. അതിനാൽ 11ന്റെ ഗുണിതം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? 100നോട് 10 കൂട്ടുക. ഓക്കെ. കാരണം ഇത് 11ആയി മാറണം. 1നോട് 10 കൂട്ടിയാണ് 11 ആവുക. അപ്പോൾ 10 കൂട്ടിയാൽ 100 പ്ലസ് 10 110. അപ്പോൾ 11ന്റെ ഗുണിതമായ ആദ്യ 3 അക്ക സംഖ്യ 110 ആണ്. ഇനി ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 999 ആണ്. 999നെ 11 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 9 കിട്ടും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക? അതിനെ ആ ശിഷ്ടം പോയി കിട്ടാൻ വേണ്ടി നമ്മൾ 999 നിന്ന് 9 കുറയ്ക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 990 എന്ന് കിട്ടും. അപ്പോൾ അവസാനത്തെ ഗുണിതം 990 ആണ്.
അപ്പൊ ആദ്യത്തെ ഗുണിതം കിട്ടാൻ വേണ്ടി ശിഷ്ടം 0 അല്ലെങ്കിൽ 11 വരാൻ വേണ്ടി എത്ര കൂട്ടണോ അത് കൂട്ടുക. ഇനി അവസാന പദം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? വലിയ മൂന്നക്ക സംഖ്യേനെ 11 കൊണ്ട് ഹരിച്ചു നോക്കി. അപ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ ഓക്കെ. 0 അല്ല എങ്കിൽ എത്രയാണോ ശിഷ്ടം അത് ആ 999 വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്നും കുറച്ചു. ഓക്കെ. ഇനിയിപ്പോൾ മൂന്നക്കത്തിന് പകരം നമുക്ക് രണ്ടക്കാണ് ചോദിക്കുന്നത് എങ്കിൽ ഏതാണ് 10ഉം 99ഉം വെച്ചാണ് ചെയ്യേണ്ടത്. നാലക്കമാണെങ്കിൽ എന്താ 1000 പിന്നെ 9999 അത് വെച്ച് വേണം ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യ പദം 110 എന്ന് കിട്ടും, അവസാന പദം 999 എന്ന് കിട്ടും. നമ്മുടെ ശ്രേണി 110 പ്ലസ് 11 121, 11 കൂട്ടിയാൽ 132, അവസാന പദം 999 990. സോറി. ഓക്കെ. ഇനി ആദ്യ പദം 110 എന്നെഴുതി, അവസാന പദം xn 990 എന്നെഴുതി. ഇനി 11ന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക Sn സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ n കണ്ടുപിടിക്കണം. പദങ്ങളുടെ എണ്ണം n കാണാനുള്ള സമവാക്യം എന്താണ്? xn മൈനസ് x1/d+1. ഇവിടെ d വേണം. d 11ന്റെ ഈ സമാന്തര ശ്രേണി 11ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് പൊതുവ്യത്യാസം 11 ആയിരിക്കും. അപ്പോൾ നമുക്ക് പദങ്ങളുടെ എണ്ണം n എന്തെഴുതാം? xn 990 മൈനസ് 110/11 പ്ലസ് 1. അപ്പോൾ 880/11 പ്ലസ് 1. ഇവിടെ 88 8 പ്രാവശ്യം. അപ്പോൾ 80 പ്ലസ് 1 81. അപ്പോൾ പദങ്ങളുടെ എണ്ണം കിട്ടി. ഈ തുക 81/2 ഇൻറ്റു 110 പ്ലസ് 990. അപ്പോൾ 1000 1100. 81/2 ഇൻറ്റു 1100. അപ്പോൾ ഇത് 81 ഇൻറ്റു 550. ഇനി ഇതിനെ ഗുണിച്ചാൽ 44,550. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 3 ചോദ്യങ്ങളാണ് ചെയ്തത്. ഇതേപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. 11ന് പകരം വേറെ സംഖ്യകൾ എടുത്ത് ചെയ്ത് നോക്കുക. എന്തായാലും ഇതിൽ നിന്നും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇനി 4ാമത്തെ ചോദ്യം അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി. അടുത്ത വീഡിയോ വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.